ചെമ്പികളെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ല ഗൈസ്. അപ്പോൾ നമ്മളെ ബേക്ക് കിടക്കുന്ന ബസ് ഏതാണ്ട് ഡേഞ്ചർ ബോയ്സ്. അപ്പോൾ നമ്മൾ കുറേ ദിവസം ചേസ് ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ഡേഞ്ചർ ബോയിൻ്റെ ഒരു വിവരം ഇല്ലാത്തതൊന്നും അറിയിക്കുന്നില്ലെന്ന് ചോദിക്കുന്നവരോടാണ്. അപ്പോൾ ഡേഞ്ചർ ബോയിൻ്റെ വർക്കും കഴിഞ്ഞ് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡെലിവറീൻ്റെ വീഡിയോന് ചെറിയൊരു ലെങ്ത്തിന് ഒരു പ്രോബ്ലം. ലെങ്ത് എത്ര കൂടിയാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. പക്ഷേ ലെങ്ത് അല്ല പ്രശ്നമായത്. ഡെലിവറി വീഡിയോ എന്ന് പറയുമ്പോൾ ആകെ സൗണ്ടിനെന്തോ പ്രോബ്ലം പറ്റിയപ്പോൾ വിടാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ ഒരു ഭാഗം കണ്ട് അത് ഞാൻ ഫൈറ്റ് ആക്കാനുള്ള പ്ലാന്റ്. കാരണം ഇങ്ങനെ ഒരു ലുക്കില്ല വണ്ടി, ഒരു വൈറ്റ് ആക്കിയ സീനായിരിക്കും. പിന്നെ വണ്ടിക്ക് ലീഫ് അങ്ങനെ കുറേ വർക്കുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പണി വണ്ടി വർക്കിന് ഏറ്റുകയെന്നാണ്. അപ്പോൾ വണ്ടി മിക്കവാറും ഇന്ന് എടുത്തുകൊണ്ട് പോകും നമ്മളെ ടീം വർക്കിന്. അപ്പോൾ നമ്മളെ വനം പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഞാൻ പോകും. ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് നിർത്തിയാണ് വണ്ടി. ഇതിപ്പം കൊണ്ടുപോകും. അപ്പോൾ ഏതായാലും വണ്ടീൻ്റെ സൈഡ് നിങ്ങൾ കണ്ടല്ലോ. ഈ ക്യാബിനൊന്ന് കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ ക്യാബിൻ വ്യൂ എന്ന് പറയുന്ന ഏതായാലും വണ്ടി ഒന്ന് പുറത്തോട്ട് ഇട്ടേക്കാം. അങ്ങനെ ഒറ്റ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, തന്നെ വണ്ടി സ്റ്റാർട്ടായി. പിന്നെ പുതിയ വണ്ടി അങ്ങനെ സ്റ്റാർട്ടും. ഏതായാലും വണ്ടിയിൽ ചെറിയ പെയിൻറ്റിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ ക്ലിയർ ചെയ്തിട്ടേ വരുത്തുള്ളൂ. അപ്പോൾ പെയിൻറ്റിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ചെറിയ സ്ഥലത്തൊക്കെ നമ്മൾ വൈറ്റ് അടിക്കും, ചില സ്ഥലത്തൊക്കെ. ബാക്കിയൊക്കെ ബ്ലാക്കിന് തന്നെ അപ്പോൾ റൂഫ് നമ്മൾ ബ്ലാക്ക് തന്നെയാണ്. റൂഫിൽ കാണുന്ന സംഭവം അത് ഞാൻ മിക്കവാറും ബ്ലാക്ക് ആക്കും. അതൊക്കെയാണ് വർക്കിൽ എന്ന് പറയുകയാണെങ്കിൽ. അപ്പം ഏതായാലും ഈ ടീം വണ്ടിയൊക്കെ കൊണ്ടുപോയിക്കോട്ടെ. നമ്മളെ വണ്ടി വരുന്ന വെയിറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വിലപ്പോൾ പോണില്ല. അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നവരോട് ഇന്ന് നമുക്ക് ചേസ് ഡെലിവറീൻ്റെ പരിപാടി ഉണ്ട്. അതാണ് നമ്മളെ വീഡിയോൻ്റെ പ്രധാന കണ്ടൻറ്റ്. അപ്പോൾ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ കിടിലാണ്. അപ്പോൾ നമ്മളെ ചേസ് ഡെലിവറി ഇല്ല. നമ്മളെ ചേസ് ഡെലിവറിക്ക് ഈ ഒരു വണ്ടി വരെ ഫ്രീ ആയിട്ട് ഈ വണ്ടിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ചേസ് ഡെലിവറിക്ക് നമ്മൾ പോവുക. അതുകൊണ്ട് അതിൻ്റെ ഷോറൂമിലേക്ക്. അപ്പോൾ ഈ ഒരു അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ടുപോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മളെ ചേസ് ഡെലിവറി ഉണ്ടാവും, ഉടനെ തന്നെ ഉണ്ടാവും. നമ്മളെ ഗോഡ്സില്ല, ബീസ്റ്റ് അങ്ങനെ കുറേ എണ്ണം ഉണ്ടല്ലോ. അതൊക്കെ ചേസ് നമ്മൾ ഡെലിവറി ചെയ്യും. അപ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാവും. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്ന നന്നായിരിക്കും ഗൈസ് നമ്മളെ ചേസ് ഡെലിവറി ഉണ്ടാവുക. അപ്പോൾ ഏതായാലും നമ്മളെ ചെറുക്കന്മാർ പോട്ടെ. നമ്മൾ ഇന്ന് പോണ വേറെ ടീമിൻ്റെ ചേസ് ഡെലിവറിയാണ്. വേറെ ടീം എന്ന് പറഞ്ഞാൽ തിരുത്തായില്ല ഗൈസ്, നമ്മൾ സ്വന്തം ടീം തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മളെ സ്വന്തം വണ്ടി പോലെ കാണിക്കുന്നതാണ്. പക്ഷെ നമ്മളെ കയ്യിൽ വേറെ വണ്ടിൻ്റെ ആണ്ട് നീലേണ്ടി എന്ന് പറയാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോകാം. ഡെലിവറിക്ക് പോണ വണ്ടിയാണ് നമ്മളെ ഷെഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത ഗൈസ് നമ്മളെ സ്വന്തം പിങ്ക് പാന്തറാണ്. അപ്പം നമ്മൾ വേറെ സെയിൽ ചെയ്താണോ എന്ന് ചോദിക്കുന്നവരോട് ആ നെയിം ബോർഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. അപ്പം നിങ്ങൾ മനസ്സിലാകാത്തതോടെ ഞാൻ ഇപ്പം ആദ്യം പറഞ്ഞുതരാം. കാര്യം പറയുമ്പോൾ നമ്മളെ സ്വന്തം സിസ്റ്റർ എന്നാണ് നമ്മളെ ഹൈറബോൾ. അപ്പം അവളോട് പറഞ്ഞിട്ടാണ് ഞാനൊരു ബസ് എടുത്തത് തന്നെ. നമ്മളെ ഖലീഫയുടെ പിങ്കി എടുക്കുമ്പോൾ നമ്മൾ കാണുന്ന ട്രിപ്പ് പോയി. അപ്പോൾ അവളുണ്ടായിരുന്നു നമ്മളപ്പോൾ. പിന്നെ അവിടെ ഇങ്ങനെ ഒരു പിങ്കി കാണുമ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെ എടുപ്പിച്ചാണ് നമ്മളോട് പിങ്ക് പാന്തർ. അപ്പോൾ എനിക്ക് പിങ്കി നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പിങ്ക് പാന്തർ എടുത്തത്. പിങ്ക് പാന്തർ എടുത്തപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ പേര് അതിൽ ചേർക്കുമെന്ന്. അതിനെന്താ ഞാൻ മോളെന്നാണ് ചേർക്കാറുണ്ട്. അങ്ങനെ നെയിം ബോർഡിൽ തന്നെ അവളെ പേര് ചേർത്ത്. പക്ഷെ അനുസരിച്ചൊന്നുമില്ല, ഒരു ബസ്സിൽ ഓടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഓൾ തന്നെ ഒരു സംരംഭം തുടങ്ങിയോട്ട് പറഞ്ഞാണ്ട് ഈ ഒരു ബസ് ഓൾക്കായിട്ടാണ് ഞാൻ കൊടുത്തത്. ഈ ഒരു ബസ്സിന് ഓടി കിട്ടുന്ന എല്ലാ പൈസ കിട്ടുന്ന പൈസ ഒക്കെ ഞാൻ അവൾക്ക് തന്നെയാണ് കൊടുക്കാറ്. അങ്ങനെ ഞാൻ പോലും ഒന്നും എടുക്കാറില്ല. അപ്പം അതാണ് സ്റ്റോറി. അപ്പോൾ ഏതായാലും ഇവളാണ് ഇപ്പോൾ ഈ ബസ്സിൻ്റെ ഓണർ. അപ്പം ആള് ക്യാമറയുടെ മുന്നിൽ വരില്ല. ക്യാമറയുടെ മുന്നിൽ വരാൻ മടിയാണ്. അപ്പോൾ അതുണ്ട്. ഏതായാലും നമുക്ക് ഈ വണ്ടി എടുത്താണ്ടാണ് ഈ ഹൈറാക്ക് 2 ചേസ് എടുക്കാൻ നല്ല ആഗ്രഹം. കാരണം നമ്മളെ വെനം ഗ്യാങ്സ്റ്റർ ബോയ് എടുക്കുമ്പോൾ അല്ല ഡേഞ്ചർ ബോയ് എടുക്കുമ്പോൾ അത് ഗ്യാങ്സ്റ്റർ ബോയിനെ ആകുമ്പോൾ ഡേഞ്ചർ ബോയ് എടുക്കുമ്പോൾ അവർക്കുള്ളൊരാഗ്രഹം ഒരു ചേസ് എടുക്കണമെന്ന്. അപ്പം
ഞാൻ ഫസ്റ്റ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പം ഒന്ന് നോക്കിയില്ല, ഒന്നാട് പോയി എടുത്ത് നേരെ പോകണം ലൈലാൻഡിൻ്റെ ഷോറൂമിൽ. ഇപ്പോൾ ലൈലാൻഡിൻ്റെ 2 സൈസാണ് അവർ എടുക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ കാണാം. അതിന് ശേഷം നമ്മൾ അശോക് ലൈലാൻഡിൻ്റെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അശോക് ലൈലാൻഡിൻ്റെ ഷോറൂമിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. 2 ട്രക്കൊക്കെ അവിടെ സർവീസിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ നോയ്സ് ഇവിടെ. നമ്മളെ ചേസ് ഇവിടെ ഒരുങ്ങുന്നുള്ളൂ. അപ്പം 2 ചേസാണ് എടുക്കുന്നത്, ഒന്നല്ല. അപ്പം ഒക്കെ ഏതായാലും റെഡി ആവാം. ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ട് നമ്മളെ ബസ്സിന്. നമ്മളെ സ്വന്തം ക്ലിപ്പാണ്. ഒന്ന് കളർഫുൾ, ഒന്ന് വൈറ്റിലുമാണ് ആള് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബസ്സിന് വരുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കില്ല പൈസ. അത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് വിചാരിച്ചത് പൈസ. ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത്. പക്ഷെ എനിക്ക് മണി കൊണ്ടുവന്ന് തന്നിട്ട് ഇവരെല്ലാം മേടിച്ചിട്ടുണ്ട് പൈസ. ഇപ്പം ചെറിയ വിലയാണ്. അപ്പോൾ ബസ്സിന് കൊടുക്കേണ്ട പൈസയൊക്കെ എല്ലാം അവൾക്ക് വേണ്ടി കൊടുത്തത് തന്നെ പറയാം. അപ്പം നമുക്ക് നേരെ ചേസ് കാണാം. ചേസിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചേസ് എന്ന് പറയുകയാണെങ്കിൽ. നെറ്റിപ്പട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നെറ്റിപ്പട്ടൊക്കെ നമ്മളപ്പായ ചേസ് ഉണ്ടായിരുന്നായിരുന്നു. ഇതൊക്കെ അടിച്ച് മാറ്റി കൊണ്ടുവന്നതാണ് പറയുന്നത്. പിന്നെ നമ്മളെ ബൈക്കിൽ നമ്മൾ ഹെയർ മോളിൽ വന്ന ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ടെക്സ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് നല്ല രസമുണ്ട്. പിന്നെ അടുത്ത ചേസ് അവിടെയാണല്ലേ, അവിടെ പോയിട്ട് കാണിച്ചു തരാം. നെറ്റിപ്പട്ടെന്ന് വെച്ച് സെറ്റ് ചെയ്തില്ല. അടുത്തതിൻ്റെ നെറ്റിപ്പട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം വർക്ക് തന്നെയാണ് ഇവിടെ ഹെയർ മോളിൽ നിന്നുള്ള ടെസ്റ്റ് അടിച്ചത്. പിന്നെ ബാക്ക് സൈഡിലും സെയിം ഹെയർ മോളിൽ നിന്നുള്ള ടെക്സ്റ്റ് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. കാണാൻ ഹെയർ മോളിൽ നിന്നുള്ള ഏതായാലും 2 ചേസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. 2 ചേസും ഇവിടെ നിർത്തിയാണ്ട്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നമുക്ക് നേരെ പോകാം. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ എടുത്തിട്ടുണ്ട്. നമ്മളൊരു ചേസാണ് ഓടിക്കുന്നത്, വേറെ ചേസ്. പിന്നെ അവൾക്ക് ഏതായാലും ചേസ് ഓടിക്കാനുള്ള അതില്ല ഗൈസ്, കാരണം അത്ര പ്രായമായിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഹെവി ലൈസൻസ് എടുക്കാനായ ടൈമായില്ല ഗൈസ്. അപ്പോൾ അതിന് ഞാൻ എടുക്കുമായിരുന്നു. ഏതായാലും വണ്ടി ഒന്നും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ സ്പോട്ട് കയറ്റി ഇടാൻ കിട്ടിയ അവസരമാണ്, എടുത്ത് കയറ്റിയേക്കാം. അപ്പം അവളെ ബാക്കിൽ വേറെ ചേസ് എടുത്ത് വരുന്നുണ്ട്. ഇത്രയുള്ള ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം. ബൈ. നമ്മളെ വണ്ടികളെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റിലുള്ള ഒരു എക്സ്ക്യൂസ് നിർത്തിയത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.